ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് നിരന്തരം വരുന്നൊരു ചോദ്യമാണ്. പലർക്കും ഇപ്പോൾ വീഡിയോ കാണുന്നവരിലും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പിന്നെയും ഞാൻ നാർസിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് വീണ്ടും എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ട്രാപ്പിൽ ഞാൻ എന്താണ് വീഴുന്നത് എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഇത് ഒരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമോ നിങ്ങളുടെ പ്രശ്നമാണെന്ന് കരുതേണ്ട കാര്യമോ ഇല്ല. ഇത് പാസ്റ്റിൽ സംഭവിച്ച ആ ട്രോമ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ നിലനിൽക്കുന്ന വൗണ്ട് കാരണം നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ്. അതെന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ആദ്യം ഉപദ്രവിച്ച ആ നാർസിസ്റ്റ് നിങ്ങളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സെൽഫിൽ, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൽ വളരെ വലിയൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിലി, മറ്റു നാർസിസ്റ്റുകൾക്ക്, ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൾണറബിലിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡാമേജ് നിങ്ങൾക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ വൗണ്ട് ഇപ്പോഴും ക്യാരി ചെയ്ത് നിൽക്കുന്നവരാണ്, ആ ട്രോമയിൽ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ 3 കോർ റീസൺസ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് നമുക്കിന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കി ഇതിൽ നിന്നും മാറി വരേണ്ടതെന്നുള്ളതും നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ സൈക്കോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ കമ്പൽഷൻ ആണ്. ഈ റെപ്പറ്റീഷൻ കമ്പൽഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഒരു കീ കൺസെപ്റ്റ് ആണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിന് വീണ്ടും നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന, നമുക്കുണ്ടായിരുന്ന ട്രോമാസും എന്താ പറയുക, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം പിന്നീട് നമ്മുടെ ലൈഫിൽ നടത്തും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ആ കാര്യങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളെ ഹാം ചെയ്യാനല്ല ബ്രെയിൻ ചെയ്യുന്നത്, ഹീൽ ചെയ്യാൻ എന്ന വണ്ണമാണ് ബ്രെയിൻ ഈ കാര്യങ്ങൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഈ ഒരു റെപ്പറ്റേറ്റീവ് കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ, ഇതേ ഡൈനാമിക്കുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും ചെന്നിട്ട് വീണ്ടും ഒരു പോസിറ്റീവ് ഔട്ട്കം, അവിടെ നമുക്ക് ആദ്യം നെഗറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് ഉണ്ടായത്, നമുക്ക് ഫുൾ അബ്യൂസാണ് ഉണ്ടായത്. പക്ഷേ ഇതേ ഡൈനാമിക്സ് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമെന്ന് നമ്മുടെ നെർവസ് സിസ്റ്റം വിശ്വസിക്കും, ആ രീതിയിൽ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ഓൾറെഡി റിഗ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ നമ്മൾ വീണ്ടും ജയിക്കാൻ വേണ്ടി പ്ലേ ചെയ്യുന്ന പോലെയാണ്. ഓൾറെഡി വഞ്ചന നടന്നിട്ടുള്ള ഒരു കളി തന്നെ നമ്മൾ വീണ്ടും ജയിക്കാൻ വേണ്ടി കളിക്കുന്ന പോലെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പെർഫെക്റ്റ്ലി ഒരു നാർസിസ്റ്റിക് പാരൻസിന്റെ കുട്ടികൾ, അല്ലെങ്കിൽ അവരെ വെച്ചിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. കാരണം നാർസിസ്റ്റിക് പാരൻസിന്റെ കുട്ടികളായിട്ട് വന്നവരിൽ അവർ ഓൾറെഡി ഇക്കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ ട്രോമയും ഈ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളത് നിരന്തരം പറഞ്ഞ് അത് നമ്മളിൽ ഒരു വിശ്വാസമാക്കി തന്നെ ഉണ്ടാക്കിയെടുത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ തന്നെ, അല്ലെങ്കിൽ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരിലോട്ടായിരിക്കും നിങ്ങളുടെ നെർവസ് സിസ്റ്റം അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലോട്ടായിരിക്കും പോകുന്നത്, അങ്ങനെയുള്ള ആൾക്കാരിലേക്കായിരിക്കും പോകുന്നത്. കാരണം അവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല, മനഃപൂർവ്വം ഒരു അപകടം ചൂസ് ചെയ്യുന്നതല്ല. അവിടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത്, ഇവിടെ ഞാൻ നന്നായി കാണിച്ചാൽ, ഇവിടെ ഒരുപാട് ഞാൻ സ്നേഹം കൊടുത്താൽ, ഇവിടെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല ഇതിൽ, പക്ഷെ ഇവിടെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പാരൻറ്റിൽ നിന്നും ഉണ്ടായ പോലെയല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ നല്ലൊരു ഔട്ട്കം ഉണ്ടാകും എന്ന് നമ്മുടെ നെർവസ് സിസ്റ്റം വിശ്വസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനയിൽ സംഭവിക്കുന്നത് അതാണ്. പക്ഷേ അവിടെയും നമ്മളൊരു നാർസിസ്റ്റിൻ്റെ മുന്നിലായിരിക്കും നമ്മൾ പെടുന്നത്, വീണ്ടും ഒരു നാർസിസ്റ്റിൻ്റെ കയ്യിലായിരിക്കും നമ്മൾ പെടുക എന്നുള്ളതാണ്. ഇതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ പെടുകയാണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ജോക്സ് എന്ന രീതിയിൽ, തമാശ എന്നുള്ള രീതിയിൽ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലല്ലേ, നിങ്ങളെ കൊച്ചാക്കി കാണിക്കുന്ന രീതിയിലുള്ള തമാശകളൊക്കെ പാസ്സാക്കുകയാണ്. അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണാതെ, റിലേഷൻഷിപ്പിൽ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ ലവ് ബോംബിങ് കഴിഞ്ഞിട്ടാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആയി കാണുന്നതിന് പകരം നിങ്ങളുടെ ഒരു ഭാഗം ചിന്തിക്കും, ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കാം, നല്ല സപ്പോർട്ടീവായിട്ട് കാണിക്കാം. പുള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇയാളെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ അത് മാറ്റി പറയും, അയാൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും, ഫൈനലി അയാൾ റെക്കഗ്നൈസ് ചെയ്യും ഞാൻ വളരെ നല്ലൊരാളായിരുന്നു എന്ന് പുള്ളി മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കും എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കും. അവിടെ ആ പഴയ പെയിൻഫുൾ ആയിട്ടുള്ള ഡൈനാമിക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ സൈക്കോളജിക്കൽ റീസൺ ട്രോമ ബോണ്ടിങ് ആണ്. ആൻഡ്
വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ അതിനോടുള്ള. നാർസിസ്റ്റിക് അബ്യൂസ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ലവ് ബോംബിംഗ് സ്റ്റേജും വളരെ ഡീവാലിംഗ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള സ്റ്റേജും നിങ്ങൾക്ക് ഒരേ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഇന്റൻസ് ആയിട്ടുള്ള അബ്യൂസസ്, ഈ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളിൽ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു റോളർ കോസ്റ്റർ പോലെയാണല്ലോ ഈ റിലേഷൻഷിപ്പ് പോകുന്നത്. നമ്മുടെ ബോഡി ഒരു തരത്തിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും, നമ്മുടെ മൈൻഡും അത് തരത്തിൽ അതിനോട് പാകപ്പെടും. താളം തെറ്റി നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്ന ഡോപ്പാമിനും കോർട്ടിസോളും അതിൻ്റെ ഈ ഹോർമോൺസിന്റെ വളരെ ഇംബാലൻസ് ആയിട്ടുള്ള റിലീസസ് ഒരു പവർഫുൾ ആയിട്ടുള്ള ബോണ്ട് അവർക്കിടയിൽ ഉണ്ടായി വരുമെന്ന് നമുക്കും ആ നാർസിസ്റ്റിനും ഇടയിൽ ഉണ്ടായി വരും. ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ബ്രേക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ നാർസിസ്റ്റിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ആ പഴയ നാർസിസ്റ്റിന്റെ ലവ് ബോംബിങ് സാധനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഒരു ഹോം എന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, ദിസ് ഈസ് നോർമൽ എന്നുള്ള ഫീലിംഗിലായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെടുക. കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം അത്തരത്തിൽ ട്രോമറ്റൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. അത്തരത്തിൽ കെമിക്കൽ ബാലൻസ് തന്നെ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണെങ്കിൽ, പിന്നെ നിങ്ങൾ ഒരാളെ ഡേറ്റ് ചെയ്യുകയാണ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്, ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ സ്റ്റഡി ആയിട്ടുള്ള, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തോ അവിടെ ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്യും. അത് വളരെ ബോറിംഗ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നേരെ മറിച്ച് വീണ്ടും ഒരു നാർസിസ്റ്റ് നിങ്ങളുടെ ആ സമയത്ത് വരികയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾ വീണ്ടും ആ ലവ് ബോംബിങ്ങും പഴയ ആ ഫ്യൂച്ചർ ഫേക്കിങ്ങും, നമ്മൾ വളരെ ഫ്യൂച്ചറും പ്രോമിസിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറും ഗ്രാൻഡ് ജസ്റ്റേഴ്സ് ആയിട്ടുള്ള അവരുടെ വാഗ്ദാനങ്ങളും അവരുടെ ഗിഫ്റ്റും പല കാര്യങ്ങളും കൊണ്ട് അവർ വീണ്ടും വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ വീണ്ടും ഫെമിലിയർ സിറ്റുവേഷനിലേക്ക് പോകും. അവിടെ നമ്മൾ വിശ്വസിക്കുന്നത് ഓക്കെ, ഈ പേഴ്സൺ അതുപോലെ ആയിരിക്കില്ല, ഈ പേഴ്സൺ മാറും, ഈ പേഴ്സൺ. അവിടെ നമ്മൾ റെഡ് ഫ്ലാഗ്സ് എല്ലാം, ഈ പറയുന്ന പല റെഡ് ഫ്ലാഗ്സും ഇവിടെ കാണും. ഇതേ ആളിൽ മറ്റ് നമ്മൾ അനുഭവിച്ച ആൾ, നമ്മുടെ പാരന്റ് ആയിക്കോട്ടെ, മറ്റൊരു പാർട്ണർ ആയിക്കോട്ടെ, അവിടെ നമ്മൾ കണ്ട റെഡ് ഫ്ലാഗ് തന്നെ മറ്റൊരു രീതിയിൽ ഇവർ നമുക്ക് തന്നാലും ആ റെഡ് ഫ്ലാഗ് ഒന്നും നമ്മൾ സ്പോട്ട് ചെയ്യാതെ ഇവിടെ നമ്മളൊരു ഡിഫറെൻ്റ് ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ ഈ ഇനീഷ്യൽ ലവ് ബോംബിങ് നമ്മളെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇത് ആ ബിട്രയൽ ട്രോമയും കൂടെ കാരണം തന്നെ ഈ ഒരു റഷ് എന്ന് പറയുന്ന ഒരു സ്പാർക്കായിട്ടായിരിക്കും നമ്മുടെ ബ്രെയിനിന് ഫീൽ ചെയ്യുന്നത്, നമുക്ക് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാർണിംഗ് സിഗ്നലാണ് നമ്മുടെ മൈൻഡിൽ, ഒരു ഡേഞ്ചറസ് പാറ്റേൺ ആണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ എപ്പോഴും കാണാതെ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം. മൂന്നാമത്തെ റീസൺ, നാർസിസ്റ്റുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ട്രെയ്റ്റ്സ്. വളരെ കാലം ഇത്തരത്തിൽ നാർസിസ്റ്റിക് അബ്യൂസ് നമ്മൾ അനുഭവിച്ചത്, ഇത്തരത്തിലായിട്ടുള്ള വളരെ എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നമ്മൾ നിലനിന്ന് പോയത്, അല്ലെങ്കിൽ സ്പേസിൽ നമ്മൾ നിലനിന്ന് പോയത് നമ്മളിൽ ചില ട്രെയ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രെയ്റ്റ്സ് മറ്റുള്ള നാർസിസ്റ്റുകൾക്ക് അൺഫോർച്ചുനേറ്റ്ലി വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരത് വളരെയധികം കീനായിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇതിൽ ഒന്നാമത്തെ ട്രൈറ്റ് ആണ് ഹൈപ്പർ എമ്പതിയും പീപ്പിൾ പ്ലീസിങ്ങും. എപ്പോഴും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നാർസിസ്റ്റുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഈ നാർസിസ്റ്റിന്റെ മൂഡും അവരുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് ചെയ്തു കൊടുക്കുന്നവരാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് പോട്ടെ, ഇത് എനിക്കിനി വീണ്ടും വഴക്കിന് വയ്യ, അല്ലെങ്കിൽ വീണ്ടും ഇത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഇവരുടെ ആവശ്യങ്ങളും ഇവരുടെ മൂഡ് ചേഞ്ചസും അനുസരിച്ച് നമ്മൾ ആ താളത്തിനനുസരിച്ച് തുള്ളാനായിട്ട് ശീലിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊരു പുതിയ നാർസിസ്റ്റിന്റെ കൈ കിട്ടിയുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അവർ ഇത് വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട്, ടൂളായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നാർസിസ്റ്റിന്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ സാധനമേ അവിടെ ഇല്ല. നമ്മളെ നോയ്ക്ക് പുല്ല് വിലയാണ്, ഒരു വിലയുമില്ല നമ്മുടെ നോയ്ക്ക്. അത് കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലാണ് അവരത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ നോ പറയാനും കൃത്യമായിട്ട് ബൗണ്ടറീസ് വെക്കാനും അങ്ങേയറ്റം ഒരു നാർസിസ്റ്റിക് വിക്ടിം പാടുപെടും എന്നുള്ളതാണ്. പിന്നെ നാർസിസ്റ്റിക് വിക്ടിംസിന്റെ താറുമാറായി കിടക്കുന്ന സെൽഫ് വർത്ത്, നമ്മുടെ സെൽഫ് എസ്റ്റീം അങ്ങേയറ്റം താറുമാറായി കിടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്റ്റേണൽ വാലിഡേഷൻ ആവശ്യമുള്ളവരായിരിക്കും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടാവുക. നിങ്ങളെ ലവ് ബോംബ് ചെയ്യുന്ന ഒരു പുതിയ നാർസിസ്റ്റ് ആദ്യമേ തന്നെ ഇത് നോട്ടീസ് ചെയ്യുകയും നിങ്ങളെ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഒരുപാട് പ്രൈസ് കൊണ്ട് മൂടുകയും ചെയ്യും. അത് ആ പഴയ നാർസിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത വലിയ മുറിവിന്, ആ നിങ്ങൾ ലയിപ്പിച്ച വിഷത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് എന്നുള്ളതാണ്. പക്ഷെ ഇത് അതിനേക്കാളും വലിയൊരു ബോണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആർക്കും ഇത് സംഭവിക്കാം എന്നുണ്ടെങ്കിലും സ്ത്രീകളിൽ ഇത് വളരെ കൂടുതലായിട്ട് വിക്ടിംസിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീകൾക്ക് കണ്ടീഷൻ ചെയ്യപ്പെടുന്നതിൻ്റെയും കാരണം കൊണ്ട് തന്നെയാണ്. അറിയാലോ, സ്ത്രീകൾ എപ്പോഴും സോഷ്യൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യാനുള്ളവരെന്നും മാലകമാരെന്നും ദേവിമാരെന്നും
എല്ലാം ഫിക്സ് ചെയ്യേണ്ടവരെന്നും എന്നുള്ള രീതിയിലാണ് ചെറിയ പ്രായം മുതലേ കുഞ്ഞിലേ മുതലേ ഇവർ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സഹനം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്ത് ഇതായാലും സഹിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ റീസെൻ്റ്ലി കണ്ട വാർത്തയില്ലേ, നിങ്ങൾ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, അവിടെയും 10 വർഷമായിട്ട് എൻ്റെ മോള് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ 2 മാതാപിതാക്കളും പറയുകയാണ്. എന്നിട്ട് അവരൊരിക്കലും ശ്രമിച്ചില്ല ഈ ആളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനെ അവർ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്, സഹനത്തെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. സഹനത്തെ നോർമലൈസ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇന്നും ഉള്ളത്, എന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ആ സെൽഫ് ബ്ലെയിം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ്. കാരണം അതവരുടെ കണ്ടീഷനിങ്ങിൽ ഓൾറെഡി അവരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് എപ്പോഴും സ്ത്രീകളാണ് ഏറ്റവും കൂടുതലും ഇവിടെ വിക്ടിമാവുന്നതും അതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പെയിൻ തീവ്രമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഏത് ജെൻഡറും നിങ്ങൾ ആയിക്കോട്ടെ, സഹനമാണ് ഏറ്റവും വലിയ ത്യാഗം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇത്തരം കണ്ടീഷനിങ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും നമ്മുടെ ബ്രെയിനെയും തന്നെ നമുക്ക് ചാലഞ്ച് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ പൂർണ്ണമായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നിനും നോക്കാം. ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എങ്ങനെ നാർസിസിസ്റ്റുകളെ സ്പോട്ട് ചെയ്യാമെന്ന് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്നർ ബൗണ്ട്സ് നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ഓൾറെഡി നിലനിൽക്കുന്ന ഈ മുറിവുകൾ അത് ഉണക്കാനായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് തന്നെയാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല തെളിവാണ്. നിങ്ങൾ ഓൾറെഡി ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഇതിനെ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യാതെ ഇതിനെ ആ അവസ്ഥയിൽ തന്നെ കാണുക. ദിസ് ഇസ് എ ട്രോമ റെസ്പോൺസ്. ഇത് സംഭവിക്കുന്നതിന് റീസൺ എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റിലെ ബൗണ്ടാണ്. അതുകൊണ്ട് ഈ പാറ്റേൺ ഡിറ്റാച്ച്ഡ് ആയി നിന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റൈറ്റ് അവയർനെസ്സിലൂടെ. രണ്ടാമത്തെ കാര്യം ഹീൽ ദി ഒറിജിനൽ വൗണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറാപ്പിയിലൂടെയും നമ്മുടെ സെൽഫ് റിഫ്ലക്ഷനിലൂടെയും നമ്മൾ ജേർണലിങ്ങിലൂടെയും നമ്മൾ മാറ്റിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് വർത്ത് ഇൻസൈഡ് ഔട്ട് നമ്മൾ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ കാര്യം ആവശ്യമില്ല. നമുക്ക് പുറത്തൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ വർത്തിയാണെന്നും നമ്മൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും. നമ്മളവിടെ ഏൺ ചെയ്യേണ്ട കാര്യമില്ല ഒന്നും. നമ്മൾ സ്നേഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ആളാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ നിലവിലുള്ള നിങ്ങൾ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും മറ്റുള്ളവരുടെ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്ത് കാണിച്ചിട്ട് തരേണ്ടതല്ല ഒന്നല്ല ട്രൂ ലവ് എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും. യു ആർ കേപ്പബിൾ, യു ആർ ഡിസേർവിങ് ഓഫ് ട്രൂ ലവ്. എക്സ്റ്റേണൽ വാലിഡേഷൻ ആവശ്യമില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നതിനും അത് ബിൽഡ് ചെയ്ത് വരുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് കൃത്യമായിട്ട് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തവും കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചുകൊണ്ട് നമ്മുടെ സെൽഫ് വർത്തും സെൽഫ് ലവും നമ്മൾ ആദ്യം ബിൽഡ് ചെയ്തുകൊണ്ട് വരും എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. പിന്നെ ലേൺ ടു ടോളറേറ്റ് കാം എന്ന് പറയുന്നതാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത്, ട്രൂ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് വളരെ കാമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ സമാധാനം എന്ന് പറയുന്ന ഒരു വാക്ക്, അത് വളരെ കാമാണ്. സമാധാനം എന്ന് പറയുന്നത് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ ആ സമാധാനവുമായി പൊരുത്തപ്പെടാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ശീലിക്കുക. സ്നേഹം എന്ന് പറയുന്നത് നനയാൻ സുഖമുള്ള ഒരു ചാറ്റൽ മഴയാണ്. അതൊരു പേമാരിയല്ല, അതൊരു പ്രളയമല്ല. പ്രസൻറ്റിൽ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, പ്രസൻറ്റിൽ നിൽക്കാനായി പ്രാക്ടീസ് ചെയ്യുക. നിന്നുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് തന്നെ നമ്മളോട് തന്നെ പറയുക, ദിസ് ഈസ് ഹെൽത്തി, ദിസ് ഈസ് വാട്ട് ഈസ് നോർമൽ, ദിസ് ഈസ് വാട്ട് ഈസ് റിയൽ, കാംനെസ് ഈസ് വെരി ഗുഡ് എന്ന് നമ്മൾ സ്വയം പറയുക. ആ കാമറുള്ള സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അതിങ്ങനെ ശീലിക്കുന്നത് ഓവർ എ കോഴ്സ് ഓഫ് ടൈം മറ്റേ മാസ് മസാല അബ്യൂസീവ് സാധനമല്ല നോർമൽ, അതല്ല റിയൽ. ഈ ഒരു കാം സ്റ്റേറ്റാണ് റിയൽ എന്ന് നിങ്ങളുടെ നെർവസ് സിസ്റ്റം മനസ്സിലാക്കും. നെർവസ് സിസ്റ്റവും ബ്രെയിനും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു, നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള സിമിലർ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും കാത്തിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.